ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കോന്നിയൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത നമ്മൾ പോകുന്നത് നമ്മൾ യമൻ ബോർഡറിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ഹിഡൻ ബീച്ച് കാണാനുണ്ട്, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ സാട്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഹിഡൻ ബീച്ചും ആ വ്യൂ പോയിൻറ്റുമാണ്. അപ്പം അവിടേക്കുള്ള വഴിയിലാണ് നമ്മൾ. അപ്പോൾ ഈ ഒമാൻ്റെ റോഡുകളെന്ന് പറയുന്നത് GCCയിൽ വെച്ച് ഏറ്റവും നല്ല റോഡുകളാണ്. ഇത്രയും കുന്നും മലകളൊക്കെ ഉണ്ടായിട്ട് കണ്ടില്ല, എല്ലാം ചെത്തി ഇറക്കി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ടാറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഈ മലകൾ എല്ലാം ചെത്തി ഇറക്കിയേക്കുന്നത് മുകളിൽ നിന്ന് കല്ലുകൾ ഉരുണ്ട് വീഴാതിരിക്കാൻ വേണ്ടി അവർ നെറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഭാഗങ്ങളും അവർ പിന്നെ വാച്ച് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വിള്ളലുണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. എന്തെങ്കിലും അവർക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ റോഡ് ക്ലോസ് ചെയ്തതിന് ശേഷം അവർ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ നിരീക്ഷണത്തിന് വേണ്ടി ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയാണ് കൂടുതൽ റോഡുകളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന റോഡുകളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയിൽ മെയിനായിട്ട് ഇങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ ഒന്ന് പോവുക, കുറച്ച് നല്ല നല്ല വ്യൂ പോയിൻറ്റുകളുണ്ട്, അതൊക്കെ കാണുക. പിന്നെ യമൻ ബോർഡർ വരെ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് ഇന്നത്തെ യാത്രയിലെ ഉദ്ദേശം. കണ്ട ഹെയർ പിൻ വളവുകളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഒത്തിരി വളവുകളുള്ള റോഡുകളാണ്, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകളാണ്. എനിവേ ഒരു നല്ല യാത്രാ അനുഭവമാണ് ഇതിലെ കൂടെ ചെയ്യാൻ വേണ്ടി കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ പോയിട്ട് വീണ്ടും നമ്മൾ താഴേട്ട് ഇറങ്ങി വരും. ഇപ്പം നമ്മൾ ഏകദേശം ഒരു ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് തന്നെ, ഇപ്പോൾ അവിടെ മെയിനായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ ലക്ഷ്യമാക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളങ്ങ് ഒത്തിരി ഇതുപോലുള്ള ഒത്തിരി ഹെയർ പിൻ വളവുകൾ പിന്നിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയേക്കുന്നത്. അപ്പോൾ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു തോന്നൽ കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. അതെ, നമ്മൾ ഏകദേശം ആ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് റോഡുണ്ട്, നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇതാണ് വ്യൂ പോയിൻ്റ്. വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് നേരെ നമുക്ക് താഴെ പോകണം. താഴെ പോയിട്ട് അവിടെ ഒരു ഹിഡൻ ബീച്ച് ഉണ്ട്. അപ്പം അവിടേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ നിറയെ കോട നിറയുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം കോട എന്തായാലും ഇല്ല. നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം കടലാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ താഴോട്ട് പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്തൊരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഹിഡൻ ബീച്ച് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ സൈഡാണ് ഹിഡൻ ബീച്ച്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇതൊരു താഴേക്ക് നമുക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പോകണം. അപ്പോൾ ഈ വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് അവിടുത്തെ സ്ഥിതി എന്നുള്ളത്. 4 വീലൊക്കെയാണ് കൂടുതൽ പോകുന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ പോകും. ഓക്കെ, നമുക്കൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങോട്ടെ. ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ കടൽ, മേഘം അങ്ങനെ മുട്ടി കിടക്കുകയാണ് കേട്ടോ. ആകാശം മുട്ടി അങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ വന്ന വഴികളൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഡേഞ്ചർ വഴികളാണ് കേട്ടോ. നമ്മുടെ വണ്ടിയെല്ലാം മുകളിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോയി നോക്കുകയാണ് എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത് അറിയത്തില്ല. 4 വീലാണ് കൂടുതലും പോകുന്നത്. നമ്മുടെ കൊറോളയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു പേടി ഇറക്കാനൊക്കെ ഉണ്ട്. എനിവേ ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വന്ന് പോകുന്നു. ഇവിടെ എന്തായാലും നമ്മളിന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് റോഡ് മണ്ണ് റോഡാണ്, ടാറിങ് ഒന്നുമില്ല, കുറച്ച് ഡേഞ്ചറാണ്, നല്ല ഇറക്കമാണ് ഇവിടുന്ന് കേട്ടോ. എന്തായാലും പശുക്കൾക്കൊന്നും ഇവിടെ വരാൻ പേടിയില്ലെന്ന് മനസ്സിലായി. നിറയെ പശുക്കളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ കോട ഇറങ്ങുന്ന സ്ഥലമാണോ? ആണോ? ഇന്നെന്തായാലും കോട ഇല്ല, അത് ഭാഗ്യം. കോട സമയത്ത് വന്നിട്ട് കാര്യമില്ലല്ലോ. ആണല്ലേ, കിട്ടത്തില്ല. നമുക്ക് ആ താഴെ കാണുന്ന വഴി നമുക്ക് പോകാനൊക്കെ ഉണ്ട്. കണ്ടാ, കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പം കാണുമായിരിക്കും. താഴെ കണ്ടാ, ആ വഴി നമുക്ക് താഴേക്ക് പോകണം കേട്ടോ. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ഞാൻ ഇവരുടെ വണ്ടിയിൽ കയറിയേക്കാണ്. നമ്മുടെ വണ്ടി അവിടെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇവരെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ പഴയ വീഡിയോക്കകത്തൊക്കെ ഉണ്ട്. രഞ്ജിത്ത്, ഈസ, മിന്നു, പിന്നെ നമ്മുടെ ഒരാളുണ്ടായിരുന്നല്ലോ, എന്ത്, എബ്രഹാം. നമ്മുടെ ഖത്തറിൽ നിന്ന് വന്ന എബ്രഹാം ഉണ്ട് കേട്ടോ. ഖത്തറിൽ നിന്ന് വന്നാണ് സലാല കാണാൻ വേണ്ടി, രഞ്ജിത്തിൻ്റെ ചേട്ടൻ്റെ മോന്. അപ്പം കൂടുതലും ഇംഗ്ലീഷുകാരാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. അവരാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വന്ന് കാണാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് അടുത്താന്ന് പറഞ്ഞാൽ ഇറങ്ങിത്തിരിച്ചു, പക്ഷേ കുറേ ദൂരമുണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഫുള്ള് രഞ്ജിത്താണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ യാത്രയിലുള്ള സലാല ഫുൾ ട്രിപ്പ് രഞ്ജിത്തിൻ്റെ കൂടെയാണ് നമ്മൾ വന്നേക്കുന്നത്. നമുക്കൊന്നും അറിയത്തില്ല, രഞ്ജിത്തിനെല്ലാം അറിയാം. അവർ വർഷാവർഷം വരുന്നതുകൊണ്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതായത് ഒമാൻ്റെ എല്ലാ പ്രദേശങ്ങളിലൂടെയും കറങ്ങിയിട്ടുള്ള ആളാണ്. പിന്നെ സലാലയ്ക്ക് വരുമ്പോൾ അത്യാവശ്യം ആരെല്ലാം അറിയാവുന്നവരെ കൊണ്ട് കൂട്ടി വരിക, അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ട് പോകുന്നല്ല, അതൊരു രക്ഷയില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല.
അപ്പോൾ ഇതാ ക്യാമൽസ് ഒക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ. മേയാൻ വിട്ടേക്കുന്നത് ഇതെല്ലാം താഴെയെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ആ മലക്കിടയിലെല്ലാം നിൽപ്പുണ്ട് കേട്ടോ. കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉണ്ട് കണ്ടാ. ആ മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ വന്നേക്കുന്നത്. ഏകദേശം നമ്മൾ താഴ്വാരത്ത് എത്തിയിട്ടുണ്ട്. ഇതാ കണ്ട, താഴ്വാരത്ത് എത്തിയിട്ടുണ്ട്. എത്ര ഇതായിട്ട് ഇരിക്കുന്നതെന്ന് നോക്കി. ഭയങ്കര ഡേഞ്ചർ സംഭവം. കുത്തി ഇറക്കി നിർത്തിയേക്കുക, ഇടിഞ്ഞ് വീഴും. മലയുടെ മുകളിൽ നോക്കിയേ. അപ്പം നമ്മുടെ യാത്ര ചെയ്യുന്ന രഞ്ജിത്ത് പറഞ്ഞേക്കുന്നത് ഈ ഷേപ്പ് മലയ്ക്ക് ഇങ്ങനെ വന്നത് ഇടിഞ്ഞു വീണെന്നല്ല, കാറ്റടിച്ച് വർഷങ്ങളായിട്ട് കാറ്റടിച്ച് ഷേപ്പായെന്നാണ് പറയുന്നത്. പിന്നെ ചെറിയ മഴയിലൊക്കെ കുറേയൊക്കെ ഉരുണ്ട് വരുമായിരിക്കും. ഇതാണ്ട ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ആ ഷേപ്പ് അങ്ങനെ നിൽക്കുന്നത് ലെയറായിട്ട് നിൽക്കുന്നത് കാറ്റടിച്ചിട്ട് സംഭവിച്ചേക്കുന്നതാണ് വർഷങ്ങളായിട്ട്. ഇവിടെയൊക്കെ കുറേ ഇടിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ട. അപ്പം നമ്മൾ ഹിഡൻ ബീച്ചിൻ്റെ ഫസ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ. ഹിഡൻ ബീച്ച് നമ്മൾ ഇനി ഇത് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് മെയിനായിട്ടുള്ള ബീച്ച് ഉണ്ടെന്ന് പറയുന്നത് അല്ലേ. പക്ഷെ അവിടെ അങ്ങനെ അധികം ആൾക്കാർ പോകാറില്ല. ഇനി നമുക്കൊന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ രണ്ടായിട്ട് വഴി തിരിയുന്നുണ്ട്. ഒന്ന് കടലിലോട്ട് ഇറങ്ങുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് കയറി അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ഈ ഹിഡൻ ബീച്ച് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എൻഡിൽ വഴി തീരുന്നു. അവിടെയാണ് ഹിഡൻ ബീച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ആടുജീവിതം നയിക്കുന്നവരുണ്ട്. ഇവിടെ കുറച്ച് ടെൻറ്റുകളൊക്കെ അടിച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ വന്ന വഴിക്ക് കുറേ പശുക്കളെ കണ്ടായിരുന്നു, ആട് ഒട്ടമൊക്കെ കണ്ടു. അപ്പോൾ അതിനെ തീറ്റുന്നവർ താമസിക്കുന്നതാണ് കേട്ടോ. എന്തായാലും മറ്റു വീടുകളൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ നമ്മൾ ഹിഡൻ ബീച്ചിൻ്റെ എൻഡിലെത്തി. ഇവിടെ ഈ വഴി വന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ബോട്ട് പോലെ റൗണ്ട് ചെയ്ത് തീരുവാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ അങ്ങേ ഭാഗത്തോട്ട് നോക്കുന്നുണ്ട് അവിടുന്ന് ഒരു വഴി വരുന്നുണ്ട്. പക്ഷേ ഇത് തമ്മിൽ ഒരു ബന്ധമില്ല. ഇവിടെ വെച്ച് ഈ വഴി തീരുവാണ്. റൗണ്ട് അടിച്ച് വരുന്നു. നമ്മൾ വന്നിട്ട് ഇവിടെ വന്ന് തീർന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് കടലിലോട്ട് കുറച്ച് മുന്നോട്ടൊരു വഴി ചെറുതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് പോയി നോക്കാമേ. ഇവിടെ തീരുവാണ്. നേരെ വന്ന് ഇങ്ങനെ കറങ്ങിയെടുത്ത് തീർന്നു. അതെ, അതാണ്ട് ഇവിടെ ഈ വഴി തീരുവാട്ടോ. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വണ്ടി കയറി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. കുറച്ച് തെളിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഇത് തീരുവാണ്. അപ്പോൾ നമ്മളിവിടെ നിർത്തുവാണേ. അപ്പോൾ നമ്മൾ ഹിഡൻ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ അങ്ങ് വരെ ആൾക്കാർ വരാറുള്ളൂ. അപ്പോൾ ഇതാണ് ലാസ്റ്റ്, ഹിഡൻ ബീച്ചിൻ്റെ ലാസ്റ്റ് ഇതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക്, ഇങ്ങനെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വരിക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല കാണാനെ കൊണ്ട് കേട്ടോ. അതായത് ഈ ഒരു കടലിൻ്റെ, അതായത് നമ്മളിവിടെ വന്നൊരു എൻഡ് ഭാഗമാണ് ഇത് കണ്ടോ. നല്ല കളറാണ് ഇവിടുത്തെ വെള്ളത്തിന്. നോക്കി എന്ത് രസം നോക്കിയാൽ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ നല്ല തിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് കോടയൊക്കെ മൂടി കിടപ്പുണ്ട്. നമ്മൾ അങ്ങ് ആ മലയുടെ മുകളിൽ നമ്മൾ കറങ്ങി തിരിഞ്ഞാണ് വന്നത്. അപ്പം ഒരു മലയുടെ അടിവാരം, അത്രേ ഉള്ളൂ ഹിഡൻ ബീച്ച്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് ഇതെന്തോ സംഭവം എന്നറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഹിഡൻ ബീച്ചിൽ അത്രേ ഉള്ളായിരുന്നു. അത് കണ്ടു. അവിടുന്ന് പെട്ടെന്ന് തിരിച്ച് പെട്ടെന്നാണ് കോട വന്നത്. നമ്മൾ ആ വന്ന വഴി തന്നെയാണ് കോട ഇങ്ങനെ കയറി. അപ്പോൾ നമ്മുടെ മലമുകളിലേക്ക് ഫുൾ ഇപ്പം കോട മൂടിയിട്ടുണ്ടാവും. നമ്മളിത് അടിവാരത്താണ്. നല്ല രീതിയിൽ കോട കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഹിഡൻ ബീച്ച്, വ്യൂ പോയിന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും വണ്ടിക്കകത്ത് കയറിയിരുന്നു, ക്ഷീണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോയുടെ കാഴ്ചയിലേക്ക് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ ബൈ, ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം.